വയനാട് വാഗേരിയിലെ നരഭോജി കടുവ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെട്ടു. പ്രദേശത്ത് ആദ്യം സ്ഥാപിച്ച കൂട്ടിലാണ് ഉച്ചയോടെ കടുവ കുടുങ്ങിയത്. കടുവയെ ജീവനോട് കൊണ്ടുപോകാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് പ്രദേശത്ത് നാട്ടുകാർ തടിച്ചുകൂടിയിരിക്കുകയാണ്. കൊല്ലാതെ തുറന്നുവിടുന്നത് അനുവദിക്കില്ല എന്നാണ് നാട്ടുകാരുടെ നിലപാട്. അവർ പറയുന്നത് കേൾക്കാം. MLAയും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ നാട്ടുകാരുമായി ചർച്ച നടത്താൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, ഇതിപ്പോൾ ഈ ആദ്യം സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയിരിക്കുകയാണ്. നേരത്തെ ഈ കർഷകൻ കൊല്ലപ്പെട്ട സ്ഥലത്തിനോട് ചേർന്നുള്ള കൂട്ടിൽ, അവിടെ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. ഇപ്പോൾ നാട്ടുകാരുടെ വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത നടപടി എന്തായിരിക്കും എന്നതിലൊരു തീരുമാനത്തിലേക്ക് എപ്പോൾ എത്തിച്ചേരും? ജീവനോട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുള്ളതാണല്ലോ നാട്ടുകാരുടെ നിലപാട്. അത്തരത്തിലൊരു നടപടി ആയിട്ടില്ല. അതിന് സമയമെടുക്കും. എന്തായാലും ഇപ്പോൾ നിലവിൽ പൂതാടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രകാശ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ IC ബാലകൃഷ്ണൻ MLA അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. അത്തരത്തിൽ ഒരു ചർച്ചയിലേക്ക് ജനങ്ങളെ വെറുപ്പിച്ച നരഭോജി കടുവ ഒടുവിൽ വാഗേരിയിലെ നരഭോജി കടുവ കൂട്ടിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ദൗത്യം ആരംഭിച്ച് 10ാം നാളാണ് കടുവ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. വനംവകുപ്പ് ആദ്യം സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. അത് കർഷകൻ പ്രജീഷ് കൊല്ലപ്പെട്ട ഇതിന് സമീപം സ്ഥാപിച്ച കൂട്ടിലെ ആണ് കടുവ കുടുങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നാട്ടുകാർ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അവർ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിക്കുകയാണ്. ഈ കടുവയെ ജീവനോടെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ നിലപാട്. അതിനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളത് ഒറ്റ സ്വരത്തിൽ നാട്ടുകാർ ആവശ്യപ്പെടുകയാണ്. സുർജിത്ത് അയ്യപ്പത്തിലേക്ക് ഒരിക്കൽ കൂടി. സുർജിത്ത്, തുടരൂ. അനുജ, എന്തായാലും പ്രതിഷേധം അമർഷം അത് കയറി വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ആളുകളെ സംബന്ധിച്ച് വെടിവെച്ചു കൊല്ലണം, കടുവയെ വെടിവെച്ചു കൊല്ലണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു പ്രദേശവാസികൾ. അതാണ് വളരെ വൈകാരികമായ ഒരു വിഷയമാണ് ഇവരെ സംബന്ധിച്ച്. പക്ഷേ അതിന് നിയമപരമായ തടസ്സങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഏത് തരത്തിൽ പരിഗണിക്കപ്പെടും എന്നുള്ളതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇത് ഏത് തരത്തിലാണ് ഇതിന് പരിഗണന ഉണ്ടാവുക? ആദ്യത്തെ ഉപാധി, അതായത് പ്രജീഷിനെ കൊലപ്പെടുത്തിയ ശേഷം, ഈ സംഭവത്തിന് ശേഷം ആദ്യം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും IC ബാലകൃഷ്ണൻ MLAയുടെ അധ്യക്ഷതയിൽ ഇവിടെ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇതിനെ നരഭോജി കടുവ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വെടിവെച്ചു കൊല്ലാനുള്ള നടപടിയിലേക്ക് കടക്കണം എന്നുള്ളതാണ്. പിന്നീട് പിറ്റേ ദിവസം ഇത്തരത്തിലൊരു ഉത്തരവ് വന്നാൽ മാത്രമേ പ്രജീഷിന്റെ മൃതദേഹം ഏറ്റുവാങ്ങൂ എന്നുള്ളത് ജനപ്രതിനിധികൾ വ്യക്തമാക്കിയതാണ്. എന്നാൽ ആദ്യത്തെ ഉത്തരവ് വന്നത് കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുക അല്ലെങ്കിൽ കൂട്ടിലാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത് വലിയ പ്രതിഷേധത്തിന് വഴിമാറി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധം പരസ്യമായി ജനപ്രതിനിധികൾ കുത്തിയിരിപ്പ് സമരം നടത്തി. അത് ജനപ്രതിനിധികൾ മാത്രമല്ല, മുൻ MLA CK ശശീന്ദ്രൻ, BJPയുടെ ജില്ലാ പ്രസിഡന്റ് മധു ഉൾപ്പെടെയുള്ളവർ, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ, അത്തരത്തിൽ സർവകക്ഷി പ്രതിനിധികൾ എല്ലാവരും കുത്തിയിരിപ്പ് സമരം മേയർച്ചയ്ക്ക് മുന്നിൽ നടത്തി. ഇതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം ഉത്തരവിൽ മാറ്റം വന്നത്. ഉത്തരവിൽ കടുവയെ കൂട്ടിലാക്കുകയോ അല്ലെങ്കിൽ മയക്കുവെടി വെക്കുകയോ അതുമല്ലെങ്കിൽ വെടിവെച്ചു കൊല്ലുകയോ ചെയ്യാം എന്നുള്ള തരത്തിലുള്ള ഒരു ഉപാധി വന്നു. ആ ഉപാധി പിന്നീട് അംഗീകരിക്കണം. ആ ഉപാധിയിൽ വെടിവെച്ചു കൊല്ലുക എന്നുള്ള നിലപാടുണ്ട്. ആ നിലപാട് അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് 37 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ ദൗർഭാഗ്യകരമായ മരണമാണ്. ആ മരണത്തിന് ഉത്തരം പറയണം വനംവകുപ്പ്. അതുകൊണ്ട് തന്നെ ഈ കടുവയെ വെടിവെച്ചു കൊല്ലണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ ഈ വന്യജീവി സംരക്ഷണ നിയമം, അതോടൊപ്പം തന്നെ കടുവ സംരക്ഷണ നിയമം, ഇതെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയാണ് ഏവർക്കും വനംവകുപ്പിന് മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ. ആ കടമ്പ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ജനപ്രതിനിധികൾ ചർച്ച നടത്തുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് ചർച്ച നടത്തുന്നു, ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം എല്ലാം തന്നെ ചർച്ച നടത്തുന്നു. കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരുന്നു, കൂടുതൽ പോലീസ് എത്തുന്നു, വനംവകുപ്പിലെ കൂടുതൽ അംഗങ്ങൾ എത്തുന്നു. അത്തരത്തിൽ ഒരു കലുഷിതമായ അന്തരീക്ഷം തന്നെയാണ് ഇവിടെ പ്രകടമാകുന്നത്. ഒരു ഭാഗത്ത് ഈ കടുവയെ വഹിച്ചുകൊണ്ടുള്ള ട്രാക്ടർ, ആ കൂടടക്കമുള്ള ട്രാക്ടർ
വനം വകുപ്പിന്റെ 2 വാഹനങ്ങൾ. അതിന്റെ ഒരു ഭാഗത്ത് ചർച്ച നടക്കുന്നു, നടുവിൽ പോലീസുണ്ട്, അതിന്റെ അപ്പുറത്ത് പ്രതിഷേധവുമായി നാട്ടുകാരുണ്ട്. ആ തരത്തിലാണ് ഈ കോളനിക്കവല എന്ന് പറയുന്ന പ്രദേശം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതിനകത്ത് എന്ത് തരത്തിലുള്ള നടപടി നിലപാട് അത് അത്തരത്തിലേക്ക് വനം വകുപ്പ് എന്ത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഉയരുന്ന ആവശ്യം. ജനപ്രതിനിധികൾ ഇവിടേക്ക് എത്തിയാൽ ഈ ജനങ്ങളുടെ പ്രതിഷേധത്തെ എങ്ങനെ കാണും എന്നുള്ളത് പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. കാരണം അത്രമാത്രം അമർഷം ഇവരെ സംബന്ധിച്ചുണ്ട്. ഈ മേഖലയിലെ ഏറ്റവും സജീവമായിരുന്ന ചെറുപ്പക്കാരിൽ ഒരാളായിരുന്നു പ്രതീഷ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ മരണം നടന്നതിന് ഉത്തരവാദിയായ ആ കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നതിനപ്പുറത്തേക്ക് ഒരു നിലപാടും തങ്ങൾക്കില്ല എന്നുള്ളതാണ് ജനങ്ങൾ പങ്കുവെക്കുന്നത്. അവർ ഓരോ ഘട്ടത്തിലും ആ നിലപാട് പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് സർവകക്ഷി യോഗം വാഗേരിയിൽ നടന്നത്. ആ സർവകക്ഷി യോഗത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുവരെ നടത്തിയ ആക്ഷൻ പ്ലാൻ എല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിലും ജനപ്രതിനിധികൾ ഈ ആവശ്യം ആവർത്തിക്കുകയാണ് ഉണ്ടായത്. ആ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ, ആ ആവശ്യങ്ങളുടെ മുകളിൽ വനംവകുപ്പുകാർ കൃത്യമായി, അതായത് DFOയും ജനപ്രതിനിധികൾ ഈ ആവശ്യം ആവർത്തിക്കുകയാണ് ഉണ്ടായത്. ആ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ, ആ ആവശ്യങ്ങളുടെ മുകളിൽ വനം വകുപ്പുകാർ കൃത്യമായി, അതായത് DFOയും ഉത്തരമേഖല CCFും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അവർ കൃത്യമായ നിലപാട് അതിൽ പങ്കുവച്ചില്ല. കാരണം വെടിവെക്കുന്ന കാര്യത്തിൽ കൃത്യമായ നിലപാട് പങ്കുവെക്കാൻ കഴിയാത്ത സാഹചര്യം അവരെ സംബന്ധിച്ച് നിയമപരമായ തടസ്സമാണ്. ആ നിയമപരമായ തടസ്സത്തെ ഏത് വിധത്തിൽ മറികടക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. എന്തായാലും അമർഷം, പ്രതിഷേധം അത് ഒരു ഭാഗത്ത് അണപൊട്ടുമ്പോഴും ഇതിലെന്ത് നിലപാട് വനം വകുപ്പ് സ്വീകരിക്കും എന്നുള്ളതാണ് ഉയരുന്ന വിഷയം. അങ്ങനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള കടുത്ത നടപടിയിലേക്ക് പോകുമോ, അതോ ഈ ആളുകളുടെ ആവശ്യം അത്തരത്തിൽ കടുത്ത നടപടി വേണം എന്നുള്ളത് തന്നെയാണ്. ആ ആവശ്യം അംഗീകരിക്കപ്പെടുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇവിടെ കൂടുതൽ ആളുകൾ, അതായത് ഈ പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യർ ഇവിടെ ഒത്തുചേരുന്നു. അവർ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. ജനപ്രതിനിധികൾ അടക്കമുള്ളവർക്ക് മറ്റ് വഴികളില്ല. കാരണം അവർക്ക് ജനങ്ങളുടെ ആവശ്യത്തെ ഉൾക്കൊള്ളാതെ മറ്റ് വഴികളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അമർഷത്തിന്റെ സാധ്യതയ്ക്ക് മുന്നിൽ അവർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. ആ ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂതാടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രകാശ്, അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട്. അവർക്ക് ഇതിനകത്ത് ഒരു കൃത്യമായ ഒരു നിലപാട് കിട്ടണമെന്നുള്ള ആവശ്യമാണ് പങ്കുവെക്കുന്നത്. കടുവ കെണിയിൽ വീണതാണ്, അല്ലാതെ മയക്കുവെടി വെച്ച് പിടികൂടുകയല്ല ചെയ്തതെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും മാധ്യമങ്ങളെ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ വനം വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരു ചിത്രം പോലും കടുവയുടെ പുറത്ത് വന്നിട്ടില്ല. അവർ ഈ RRT അംഗങ്ങളും അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അവിടേക്ക് പൊതുജനങ്ങളെയോ മാധ്യമങ്ങളെയോ പ്രവേശിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഏതു തരത്തിലുള്ള നിലപാട് ഈ ഘട്ടത്തിൽ വനംവകുപ്പ് സ്വീകരിക്കും, ഈ ജനകീയ പ്രതിഷേധത്തിന് മുന്നിൽ ഏതു തരത്തിലുള്ള നിലപാട് വനംവകുപ്പ് നിലപാടെടുക്കും എന്നുള്ള കാര്യത്തിലാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ചർച്ച നടത്തുന്നു. മറുഭാഗത്ത് പ്രതിഷേധം അണപൊട്ടി ഒഴുകുന്നു. കൂടുതൽ ആളുകൾ, സുർജിത്ത്, ഇതിൽ ഒന്നിലേറെ കടുവകൾ ആ പരിസരത്തൊക്കെ ഉണ്ട് എന്നത് കഴിഞ്ഞ ദിവസം നാട്ടുകാരൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ കൂട്ടിലായ കടുവ നരഭോജി കടുവ തന്നെയാണോ എന്നത് വനം വകുപ്പ് സ്ഥിരീകരിച്ചോ? അത്തരത്തിലൊരു വിവരം തന്നെയാണ്. കാരണം ഇത് കോൺഫ്ലിക്റ്റ് ആനിമൽ എന്നുള്ള പട്ടികയിൽ തന്നെയാണ് ഈ കടുവയെ പെടുത്തിയിട്ടുള്ളത്. ആ കടുവ തന്നെയാണ്. അതിന് മുറിവുകളുണ്ട് ശരീരത്തിൽ എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ വനംവകുപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളാണ്. ആ കടുവ, അതായത് WWL 45 എന്നു പേരുള്ള വനംവകുപ്പിന്റെ സർവേ പട്ടികയിൽ WWL 45 വയനാട് വൈൽഡ് ലൈഫ് 45 എന്ന് നാമകരണമുള്ള അതേ കടുവ തന്നെയാണ് ഇവിടെ പിടിയിലായിട്ടുള്ളത് എന്നുള്ളതാണ്. അത് കാരണം മനുഷ്യനെ പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ആളുകൾ വഴിമാറിക്കൊണ്ടിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകൾ, അതോടൊപ്പം തന്നെ നാട്ടുകാർ, ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ ഇവിടേക്ക്, കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നു, ആമർശം അറിയിക്കുന്നു, പ്രതിഷേധം ഉന്നയിക്കുന്നു. ആ ഒരു സാഹചര്യം ഒരു ഭാഗത്ത് പോലീസ് നിലയുറപ്പിച്ചിരിക്കുന്നു. ആ പോലീസ് നടപടി എടുക്കുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ പ്രതിഷേധം പുകയുന്ന സാഹചര്യമാണ്. ഒരു തരത്തിലും ഇത് കടുവയെ വെടിവെച്ച് കൊല്ലാതെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് ആളുകൾ പങ്കുവെക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള നിലപാട് ആളുകൾ ആവർത്തിക്കുന്നു. അത്തരത്തിലുള്ള പ്രതിഷേധം, അമർഷം ഇതെല്ലാം തന്നെ ആവർത്തിക്കുകയാണ് ആളുകൾ. ഈ കടുവയെ നരഭോജി കടുവയാണ്, അതുകൊണ്ട് തന്നെ
ഇതിനെ വെടിവെച്ചു കൊല്ലണം. അതിൽ കുറഞ്ഞ ഒരു നിലപാടും പങ്കുവെക്കാൻ തങ്ങൾ തയ്യാറല്ല, ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നുള്ള തരത്തിലുള്ള വളരെ കർക്കശമായ നിലപാടിൽ ആളുകൾ അന്ന് ഉന്നയിച്ച അതേ അമർഷം, അതേ പ്രതിഷേധം അത് ആവർത്തിക്കുന്നു ജനപ്രതിനിധികൾ അത്തരത്തിലുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അവർ DFOയുമായി നിലവിൽ ചർച്ച നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മുതിർന്ന വനംവകുപ്പിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേരുകയാണ്. എന്ത് തരത്തിലുള്ള നിലപാടാണ് ഇതുവരെ ഫോറസ്റ്റ് ആ നിലപാടിലേക്ക് പോയിട്ടില്ല? വനംവകുപ്പിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. എന്ത് തരത്തിലുള്ള നിലപാടാണ് നിങ്ങൾ? ഇതുവരെ ഫോറസ്റ്റ് ആ നിലപാടിലേക്ക് പോയിട്ടില്ല. നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആ വാക്ക് പാലിക്കണം. കടുവയെ കൊല്ലുമെന്ന വാക്ക് പാലിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരു കാരണവശാലും ജീവനോടെ വിടാൻ അനുവദിക്കില്ല എന്നുള്ളത് നാട്ടുകാർ ഇപ്പോൾ ഒറ്റക്കെട്ടായ നിലപാടായി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നുണ്ട്. അതിൽ മറുവശത്ത് ചർച്ച നടക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, DFO അടക്കം വനംവകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ അടുത്ത നടപടി എന്താകും എന്നതിലൊക്കെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടതുണ്ട്. എന്നാൽ അത് വളരെ പെട്ടെന്ന് തന്നെ വെടിവെച്ച് കൊല്ലുക എന്നതിലേക്ക് കടക്കുന്നതിന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അത്തരത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വേഗം തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ കടുവ കൂട്ടിലായിരിക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമങ്ങൾക്കടക്കം ആർക്കും പ്രവേശനമില്ല. അവിടെ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ അടക്കം കുറച്ച് ആളുകൾക്ക് മാത്രമേ ആ പ്രദേശത്തേക്ക് പ്രവേശനമുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കടുവയുടെ ഒരു ചിത്രം പോലും ഇനിയും പുറത്ത് വരാത്തത്. നമുക്ക് ആ ചിത്രം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സുർജിത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, ഇനിയിപ്പോൾ ഇത് ചർച്ച നടത്തുക എന്ന് പറയുമ്പോൾ അതിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം അത് വരേണ്ട സമയമായല്ലോ. കാരണം 10 ദിവസമായി കടുവയെ പിടികൂടാനൊക്കെയുള്ള ശ്രമത്തിലായിരുന്നു. അതൊടുവിൽ ആ ശ്രമം ഫലം കണ്ടിരിക്കുന്നു. മന്ത്രിയുടെ പ്രതികരണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? പങ്കുവയ്ക്കുക വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഈ ഒരു വിഷയത്തിൽ മന്ത്രി തന്നെ വെടിവെച്ച് കൊല്ലാൻ അത്തരത്തിൽ വെടിവെച്ച് കൊല്ലാമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടാണ്. അതുതന്നെയാണ് ജനപ്രതിനിധികൾ ഇവിടെ ആവർത്തിച്ചതും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആളുകൾ ആ വാക്ക് പാലിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകണം, മന്ത്രി ഉറപ്പു നൽകിയതാണല്ലോ എന്നുൾപ്പെടെയുള്ള അഭിപ്രായമാണ് ആളുകൾ ഉന്നയിക്കുന്നത്. ഇവരെല്ലാം തന്നെ ഇവിടെ ഒരു ഭാഗത്ത് കുത്തിയിരിപ്പ് സമരത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു, മുദ്രാവാക്യങ്ങളിലേക്ക് വഴിമാറിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ചർച്ചകൾ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും നേതൃത്വത്തിൽ DFOയുമായി വനംവകുപ്പ് അധികൃതരുമായി നടന്നുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് കൂട്ടിലായ കടുവയുമായി RRT അംഗങ്ങൾ ട്രാക്ടറിൽ നിലയുറപ്പിച്ചു നിൽക്കുന്നു. ആ തരത്തിലുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരെന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉന്നയിക്കുന്നു. ആ പ്രതിഷേധത്തിന്റെ കാരണം ഏറ്റവും പ്രധാനമായും ഇത് തന്നെയാണ്. എന്താണ് ഇത്തരത്തിൽ ഒരു നിലപാട് പങ്കുവെച്ച് അത് ഉറപ്പ് നൽകി ആ ഉറപ്പ് കടുവയെ പിടിയിലായ സാഹചര്യത്തിൽ എന്തുകൊണ്ട് പാലിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇനി ഒരു പക്ഷേ വെടിവെച്ച് കൊല്ലുക എന്നുള്ള നടപടിയിലേക്ക് പോയില്ലെങ്കിൽ ഈ കടുവയെ എവിടേക്ക് കൊണ്ടുപോകും, വീണ്ടും തുറന്നുവിടും എന്നുള്ള അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ആളുകൾ ഉന്നയിക്കുന്നു. പക്ഷേ അതൊരിക്കലും പ്രായോഗികമായ ഒന്നല്ല എന്നുള്ളത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പൂതാടിയിലെ പുനരധിവാസ കേന്ദ്രത്തിൽ, അതായത് പൂതാടിയിലാണ് കടുവകളുടെ പുനരധിവാസ കേന്ദ്രമുള്ളത്. നിലവിൽ 5 കടുവകൾ അതിനകത്തുണ്ട്, 2 പുലികളുണ്ട്. അത്തരത്തിൽ 7 മൃഗങ്ങൾ അത് നിറഞ്ഞ നിലയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ എവിടേക്ക് കൊണ്ടുപോകും എന്നുള്ള ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ വഴിയിലേക്ക് പൊതുജനങ്ങൾ എത്തിയിട്ടുള്ളത്. ആ പ്രതിഷേധമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതും. എന്തായാലും ഒരു ഭാഗത്ത് കൂടിക്കാഴ്ചകൾ, ചർച്ചകൾ ഇതെല്ലാം തന്നെ നടക്കുന്നു. ഈ ഒരു തോട്ടത്തിനകത്താണ്, ഒരു സ്വകാര്യ തോട്ടത്തിനകത്താണ് കൂടുവെച്ചത്. ആ കൂട്ടിലാണ് കടുവ ഇന്ന് കുടുങ്ങിയത്. അതായത് ഈ സംഭവം ഉണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം പരീക്ഷണ മരണം നടന്നത് 9-ാം തീയതിയാണ്. 10-ാം തീയതിയാണ് ഇവിടെ കൂടുവെച്ചത്. ആദ്യമായി കൂടുവെച്ച പ്രദേശവും ഇവിടെ തന്നെയാണ്. ഇതിനുശേഷം പലയിടങ്ങളിലും കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ഈ പ്രദേശം മരിച്ചു കിടന്ന സ്ഥലത്ത് ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വനമേഖലയോട് ചേർന്ന ഈ കൂടലൂർ കവലയുടെ മുകളിലായി ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റൊരു കൂട് ഇന്നലെ പ്രശ്നമുണ്ടായ നാച്ചാടി എന്ന് പറയുന്ന പ്രദേശത്ത്, പശുവിനെ ആക്രമിച്ചു വന്ന പ്രദേശത്ത് മറ്റൊരു കൂട് ആ പശുവിനെ തന്നെ ഇരയാക്കി വെച്ചുകൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കൂടുകൾ സ്ഥാപിച്ചുകൊണ്ട് ആണ് കടുവയെ നിരീക്ഷിച്ചു വന്നിരുന്നത്. ഇന്ന് കടുവ ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ള വിവരം രാവിലെ തന്നെ DFO പറഞ്ഞതാണ്. ഈ മേഖല അതുകൊണ്ട് തന്നെ ഇവിടെ ജാഗ്രത പാലിക്കണം. മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ പരിസരത്ത് ഒരു ഭാഗത്ത് നിൽക്കണം അവർ പറഞ്ഞതാണ്. എന്തായാലും ആ കടുവ കൃത്യമായി അവർ പറഞ്ഞ പോലെ തന്നെ
സംഭവിച്ചിരിക്കുന്നു. കടുവ കെണിയിൽ വീണിരിക്കുകയാണ്. അതായത് ആദ്യം വെച്ച കൂട്ടിൽ തന്നെ കടുവ കെണിയിൽ വീണിരിക്കുന്നു. എന്തായാലും ഇതിനെ തുടർന്നാണ് ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു ആളുകൾ തടിച്ചുകൂടുകയും പിന്നീട് അത് പ്രതിഷേധത്തിന് വഴിമാറുകയും ചെയ്തിരിക്കുന്നത്. പോലീസ് സംഘം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. മറുഭാഗത്ത് ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ മറുഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടക്കുന്നു. അത്തരം ചർച്ചകളുമായി ഇവർ മുന്നോട്ട് പോവുകയാണ്. ആ ചർച്ചകളുമായി മുന്നോട്ട് പോകുമ്പോൾ എന്ത് തരത്തിലുള്ള നിലപാടാകും, എന്ത് തരത്തിലുള്ള നടപടിയാകും ഉണ്ടാവുക എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്നത്. ഈ ഉടനടി തന്നെ വെടിവെച്ച് കൊല്ലാൻ സാധിക്കില്ല എന്നുള്ളത് ചില നിയമങ്ങൾ കൂടിയുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയല്ലേ സുർജിത്ത്? തീർച്ചയായും വനംവകുപ്പിനെ സംബന്ധിച്ച് അതാണ് ഏറ്റവും വലിയ പ്രയാസം ഉള്ളത്. തീർച്ചയായും വനംവകുപ്പിനെ സംബന്ധിച്ച് അതാണ് ഏറ്റവും വലിയ പ്രയാസം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലും ഇവർ ജനപ്രതിനിധികളുമായി കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം ചേർന്നിരുന്നു. ആ സർവകക്ഷി യോഗത്തിൽ ഒന്നും തന്നെ ഈ കടുവയെ വെടിവെച്ചു കൊള്ളണമെന്നുള്ള ആവശ്യങ്ങൾ ജനപ്രതിനിധികളും വിവിധ കക്ഷി നേതാക്കളും ഉന്നയിക്കുമ്പോൾ പോലും അവർ കൃത്യമായ രീതിയിലുള്ള ഒരു മറുപടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിന് നൽകിയിരുന്നില്ല. കാരണം അതിനവർക്ക് മറുപടി നൽകുന്നതിൽ അതിനകത്ത് സാങ്കേതികമായ കുറെ പ്രശ്നങ്ങളുണ്ട്. വന്യജീവി സംരക്ഷണ നിയമം ഉള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാം തന്നെ പരിധിയിൽ ഇവരെ സംബന്ധിച്ച് പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പോകുന്നത് എന്നുള്ളത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രഹസ്യമായി സമ്മതിക്കുന്നത്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വൈകാരിക വിഷയമാണ്. കാരണം അവരുടെ കുടുംബത്തിനായിരുന്നു 36 ഉള്ള ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെയാണ് പുല്ലരിയാൻ തന്റെ ജീവനോപാധി. ഇപ്പോൾ വെടിവെച്ച് കൊന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തൊക്കെ ഓപ്ഷനാണ് വനംവകുപ്പിന് മുന്നിലുള്ളത്? പൂതാടിയിലെ കേന്ദ്രത്തെക്കുറിച്ച് സുർജിത്ത് പറയുന്നു, അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിനോടകം തന്നെ അവിടെ മൃഗങ്ങളുണ്ട്, അധികമാണ് എണ്ണം, പുലി ഉൾപ്പെടെയുണ്ട്. അപ്പോൾ മറ്റു മാർഗങ്ങൾ എന്ത് എന്നുള്ളതിനെ കുറിച്ച് കൂടി ചിന്തിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അങ്ങനെയുണ്ടെങ്കിൽ അതെന്താണ് സുർജിത്ത്? അത് എന്താണ് എന്നുള്ളത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് വ്യക്തമാക്കേണ്ടത്. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു മറുപടി പോലും നൽകാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കുറെ തുടർ നടപടികളെ സംബന്ധിച്ചുള്ള ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി അവരെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ആരും തന്നെ പ്രതികരിക്കുന്നില്ല. കാരണം അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണവും ഔദ്യോഗിക പ്രതികരണവും തന്നെ വരേണ്ടതുണ്ട്. ഏത് തരത്തിലുള്ള നടപടിയിലേക്ക് അവർ പോകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വ്യക്തത വരണമെങ്കിൽ സ്വാഭാവികമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, അതായത് ഇപ്പോൾ DFO ആണ് ഇവിടെയുള്ളത്, DFO തന്നെ അതുമായി ബന്ധപ്പെട്ട നിലപാട് വെക്കേണ്ടതുണ്ട്. അവർ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അവർ സംസാരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇവർ ഉറ്റുനോക്കുന്നത് എന്ത് നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ്. എന്തായാലും MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. അദ്ദേഹം എത്തിയ ശേഷമാകും തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. നിലവിൽ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാരവാഹികളും പൂതാടി പഞ്ചായത്തിന്റെ ഭാരവാഹികളും എല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൗൺസിലർമാർ, വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവരാണിപ്പോൾ നിലവിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ചർച്ചയിൽ എന്ത് നടപടി, എന്ത് തരത്തിലുള്ള നീക്കമാണ് ഇനി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക? ശരി, അതാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാകാൻ പോകുന്ന നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാകാൻ പോകുന്നത്. ഇപ്പോൾ ചർച്ചകൾ നടക്കുകയാണ്. നരഭോജി കടുവ കൂട്ടിലായിട്ടുണ്ട്. ആദ്യം സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. ഉച്ചയ്ക്കാണ് കടുവ കൂട്ടിൽ കുടുങ്ങിയിട്ടുള്ളത്. പക്ഷേ ജീവനോടെ ആ കടുവയെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ പറയുന്നു. എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചർച്ച വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നുണ്ട്. MLA അടക്കം അങ്ങോട്ടേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രിയുടെ പ്രതികരണം നമ്മൾ കാത്തിരിക്കുകയും ചെയ്യും. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.